നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. നോട്ട് മീ ബട്ട് യു ഇത് പറഞ്ഞാൽ അറിയാത്ത ഒരു വിദ്യാർത്ഥികളും ഉണ്ടാകില്ല. ക്രിസ്മസ് കാലം ആഘോഷങ്ങളുടേതാകുമ്പോൾ NSS വോളണ്ടിയർമാർക്ക് അതൊരു സപ്തദിന ക്യാമ്പ് കൂടിയാണ്. NSS ക്യാമ്പില്ലാതെ എന്ത് ക്രിസ്മസ്? ഇപ്പോൾ ക്രിസ്മസ് കാലം മാത്രമല്ല, അതൊരു NSS വോളണ്ടിയറെ സംബന്ധിച്ച് തന്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു ഭാഗം കൂടെയാകും. കൊട്ടാരക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഗേൾസ് സ്കൂളിലെ സൗഹാർദ്ദ സപ്തദിന സഹവാസ ക്യാമ്പിന് കൊട്ടാരക്കര ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഡിസംബർ 26 മുതൽ ജനുവരി 1 വരെ നടക്കുന്ന ഈ സപ്തദിന ക്യാമ്പ് കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി ചെയർമാൻ SR രമേശ് ഉദ്ഘാടനം നിർവഹിക്കുകയും കൊട്ടാരക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഗേൾസ് സ്കൂളിലെ PTA പ്രസിഡന്റ് G ഷിജു അധ്യക്ഷ സ്ഥാനം നിർവഹിക്കുകയും ചെയ്തു. കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ഉണ്ണികൃഷ്ണ മേനോൻ മുഖ്യ പ്രഭാഷണം നടത്തുകയും ചെയ്തു. ഈ ക്യാമ്പിന്റെ സമാപനത്തോടെ മനസ്സിലാകും എന്താണ് നോട്ട് മീ ബട്ട് യു എന്നത്. നമ്മുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം നമ്മുടെ സ്കൂളിൽ പ്രത്യേക പരിഗണന അദ്ദേഹം നൽകുന്നുണ്ട്. അദ്ദേഹത്തെ എല്ലാവരും ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ PTA പ്രസിഡന്റ് അതേ ഇതിലുണ്ടായിരുന്നു. വളരെ അത്യാവശ്യമായ ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അദ്ദേഹം പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ എല്ലാവരുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിരുന്ന ബഹുമാനപ്പെട്ട ഇവിടുത്തെ വാർഡ് കൗൺസിലർ അരുൺ കാറാകുളം, ഈ സ്കൂളിലെ പ്രിൻസിപ്പളായിട്ടുള്ള നിഷ ടീച്ചർ, ഹൈസ്കൂളിലെ HM ആയിട്ടുള്ള ശശിധര പ്രൊഫസർ, നമ്മുടെ സ്കൂളിലെ HM ആയിട്ടുള്ള ശോഭ ടീച്ചർ, അതുപോലെ ഇവിടുത്തെ PTA പ്രസിഡന്റ് വേണുഗോപാൽ അതുപോലെ ജോൺ സാറ്, നിഷ ടീച്ചർ, എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. അതുകൂടാതെ നമ്മുടെ NSS കോർഡിനേറ്ററായ ടീച്ചർ എല്ലാ കാര്യത്തിനും അറിയില്ല, വർഷക്കാലത്ത് നമ്മളെ എല്ലാ കാര്യത്തിലും NSS എല്ലാ കാര്യത്തിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീച്ചറിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തായി സ്വാഗതം ചെയ്യാനുള്ളത് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള രക്ഷകർത്താക്കളെ, മറ്റ് അനധ്യാപകരെ. എല്ലാം നമ്മുടെ ടീച്ചറിന്റെ ഒരു നോട്ടവും എല്ലാം കാണും, നമ്മളും എല്ലാം കാണും. വിളിക്കുക. അതുപോലെ നമ്മുടെ സ്ഥാപനത്തിലല്ല ഇത് നടത്തുന്നത്, ബോയ്സിന്റെ സ്കൂളിലാണ്. അത് നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മയിരിക്കണം. അതുപോലെ തന്നെ വിദ്യാർത്ഥിനികളാണ്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മളിവിടെ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. അപ്പം രാത്രി കാലങ്ങളിലൊക്കെ ഉള്ള ഇറങ്ങി നടക്കുന്ന കഴിവ് ഒഴിവാക്കുക. പിന്നെ അതുപോലെ ബാത്റൂം ഇച്ചിരി ദൂരോട്ടാണ്, കുറച്ച് ഉള്ളിലോട്ടാണ്. അല്ല, പകല് അത് ഉപയോഗിക്കണം, രാത്രി ഇത് ഉപയോഗിക്കണം.